ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഓരോ കൃഷ്ണഭക്തരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കഥയാണ് ഇന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, യാദവ വംശത്തിൻ്റെ അവസാനം സാമ്പൻ കാരണമാണ്. സാമ്പൻ ഇരുമ്പുലക്ക പ്രസവിച്ചു. ഈ കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ് സാമ്പൻ? സാമ്പൻ്റെ മാതാപിതാക്കൾ ആരാണ്? സാമ്പൻ്റെ വിവാഹം, ഈ കാര്യങ്ങളെല്ലാം നമുക്കിന്ന് വിശദമായി നോക്കാം. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ കേൾക്കണം. ഹരേ കൃഷ്ണ. ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനന് ലക്ഷ്മണ എന്നു പേരായ വിവാഹപ്രായമെത്തിയ ഒരു പുത്രി ഉണ്ടായിരുന്നു. കുരുവംശത്തിലെ എല്ലാ യോഗ്യതകളും തികഞ്ഞ പെൺകുട്ടിയായിരുന്നു ലക്ഷ്മണ. അനേകം രാജാക്കന്മാർ അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ പെൺകുട്ടി തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ ഭർത്താവായി തിരഞ്ഞെടുക്കട്ടെ എന്ന് കരുതി സ്വയംവരം എന്ന ചടങ്ങാണ് സാധാരണയായി രാജാക്കന്മാർ നടത്തുക. ലക്ഷ്മണയുടെ സ്വയംവര സദസ്സിൽ പെൺകുട്ടി ഭർത്താവിനെ തിരഞ്ഞെടുക്കേണ്ടി ഇരിക്കെ സാമ്പൻ അവിടെ പ്രത്യക്ഷനായി. കൃഷ്ണൻ്റെ പ്രധാന പത്നിമാരിൽ ഒരുവളായ ജാംബവതിയിൽ ജനിച്ച പുത്രനാണ് സാമ്പൻ. അമ്മയുടെ അരുമപുത്രനായിരുന്നതിനാലും സദാ അമ്മയോടൊപ്പം കഴിഞ്ഞിരുന്നതുകൊണ്ടും അയാൾക്ക് സാമ്പൻ എന്ന പേര് ലഭിച്ചു. അമ്മയ്ക്ക് അത്യന്തം അരുമയുള്ളവൻ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. അംബ എന്നാൽ അമ്മ, സ എന്നാൽ കൂടെ. അങ്ങനെ സദാ അമ്മയോടൊപ്പം കഴിഞ്ഞിരുന്നതിനാലാണ് ഈ സവിശേഷമായ പേര് അയാൾക്ക് നൽകിയത്. ഇതേ കാരണത്താൽ തന്നെ ജാംബവതി സുതൻ എന്നും അയാൾ അറിയപ്പെട്ടിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ കൃഷ്ണൻ്റെ മക്കളെല്ലാം മഹാനായ പിതാവിനു തുല്യം യോഗ്യന്മാരായിരുന്നു. ലക്ഷ്മണയ്ക്ക് സാമ്പനിൽ താല്പര്യമില്ലാതിരുന്നിട്ടും സ്വയംവര വേദിയിൽ നിന്നും സാമ്പൻ അവളെ ബലാത്കാരം തട്ടിക്കൊണ്ടുപോയി. സ്വയംവര വേദിയിൽ നിന്നും സാമ്പൻ ലക്ഷ്മണയെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയത് തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിനേറ്റ അപമാനമായിട്ടാണ് ധൃതരാഷ്ട്രർ, ഭീഷ്മർ, വിതുരർ തുടങ്ങിയ കുരുവംശത്തിലെ അംഗങ്ങളൊക്കെ കരുതിയത്. അവനെ ഭർത്താവായി തിരഞ്ഞെടുക്കാൻ ലക്ഷ്മണയ്ക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ലെന്നും അവർക്കൊക്കെ അറിയാമായിരുന്നു. ഫലത്തിൽ അവൾക്ക് ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും അവർക്ക് മനസ്സിലായി. പകരം ഈ ബാലൻ വന്ന് അവളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരിക്കുന്നു. അവൻ അങ്ങേയറ്റം ധിക്കാരിയാണെന്നും കുരുവംശ പാരമ്പര്യത്തെ അധിക്ഷേപിക്കുകയാണവൻ ചെയ്തതെന്നും അവർ ഏകകണ്ഠമായി പ്രഖ്യാപിക്കുന്നു. അതിനാൽ കുരുവംശത്തിലെ തലമുതിർന്ന അംഗങ്ങളുടെ കൂട്ടായ ഉപദേശമനുസരിച്ച് ആ ബാലനെ തടങ്കലിൽ വെക്കണമെന്നും അതേസമയം വധിക്കരുത് എന്നും കൂട്ടായ ഒരു തീരുമാനത്തിൽ അവർ എത്തിച്ചേരുന്നു. സാമ്പൻ ആ പെൺകുട്ടിയെ സ്പർശിച്ചതിനാൽ മറ്റൊരു പുരുഷൻ അവളെ വിവാഹം കഴിക്കുകയില്ല എന്നും അവർ ഉറപ്പിച്ചു. ഭീഷ്മരെ പോലെയുള്ള മുതിർന്ന കുടുംബാംഗങ്ങളും അവനെ തടഞ്ഞു വയ്ക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ കുരുവംശത്തിലെ എല്ലാവരും, വിശേഷിച്ച് വലിയ യുദ്ധവീരന്മാർ ഒത്തുചേർന്ന് തീരുമാനിക്കുന്നു. അവർ കർണനെ ഈ ചെറിയ യുദ്ധത്തിലെ സർവ്വസൈന്യാധിപൻ ആക്കുകയും ചെയ്യുന്നു. സാമ്പനെ ബന്ധനസ്ഥനാക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ അവനെ ബന്ധനസ്ഥനാക്കുന്നതോടെ യദുവംശത്തിലുള്ളവർ തങ്ങളോട് കോപിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് കുരുക്കൾ തമ്മിൽ സംസാരിക്കുകയുണ്ടായി. വെല്ലുവിളി സ്വീകരിക്കുന്നു. യദുക്കൾ അവരോട് യുദ്ധം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് സാരം.
എന്നാൽ അവരുടെ ചിന്ത മറ്റൊരു വഴിക്ക് തിരിഞ്ഞു. നമ്മോട് യുദ്ധം ചെയ്യാൻ അവർ ഇവിടെ വന്നാൽ തന്നെ അവർക്ക് എന്തു ചെയ്യാൻ കഴിയും? യദുവംശത്തിലെ അംഗങ്ങൾ ഒരിക്കലും കുരുവംശത്തിലെ അംഗങ്ങൾക്ക് തുല്യരാവില്ല. കാരണം കുരുവംശ രാജാക്കന്മാർ ചക്രവർത്തിമാരാണ്. അതേസമയം യദുവംശ രാജാക്കന്മാർക്ക് സ്വന്തം വസ്തുവകകൾ അനുഭവിക്കാൻ മാത്രമേ പറ്റൂ. കുരുക്കൾ ചിന്ത തുടർന്നു. അവരുടെ മകനെ ബന്ധനസ്ഥനാക്കിയതിൻ്റെ പേരിൽ അവർ വെല്ലുവിളിയുമായി എത്തിയാൽ എന്തു തന്നെയായാലും നാം ആ യുദ്ധത്തെ നേരിടും. നാം അവരെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഇന്ദ്രിയങ്ങൾ പ്രാണായാമത്തിന് അഥവാ യോഗ പ്രക്രിയയ്ക്ക് കീഴടങ്ങുന്നത് പോലെ സമ്മർദ്ദത്തിന് വിധേയമായി അവർ സ്വയം കീഴടങ്ങാൻ തയ്യാറാവുകയും ചെയ്യും. ചർച്ചകൾക്കു ശേഷം ഭീഷ്മർ, ധൃതരാഷ്ട്രർ തുടങ്ങിയ കുരുവംശത്തിലെ മുതിർന്ന അംഗങ്ങളുടെയും കർണൻ, ശാലൻ, ഭൂരിശ്രവസ്, യജ്ഞകേതു എന്നീ മഹായോദ്ധാക്കളുടെയും പെൺകുട്ടിയുടെ പിതാവായ ദുര്യോധനൻ്റെയും അനുവാദം വാങ്ങി ഗംഭീര യോദ്ധാവായ ഭീഷ്മദേവന്റെ നേതൃത്വത്തിൽ മഹാരഥികളെല്ലാം ചേർന്ന് സാമ്പനെ പിടികൂടാൻ ഉദ്യമം തുടങ്ങി. മഹാരഥി, ഏകരഥി, രഥി എന്നിങ്ങനെയുള്ള യുദ്ധം ചെയ്യാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ശ്രേണിയിലുള്ള യോദ്ധാക്കൾ കുരുവംശത്തിലുണ്ട്. ആയിരക്കണക്കിന് പടയാളികളെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിവുള്ളവരാണ് മഹാരഥികൾ. സാമ്പനെ ബന്ധനസ്ഥനാക്കാൻ ഇവരെല്ലാം ഒത്തുചേർന്നു. സാമ്പനും മഹാരഥിയാണ്. പക്ഷേ അവൻ ഒറ്റയ്ക്ക് വേണം 6 മഹാരഥികളെ നേരിടാൻ. എന്നിട്ടും തന്നെ പിടികൂടാൻ തൻ്റെ പിറകിന് വരുന്ന കുരുവംശത്തിലെ മഹായോദ്ധാക്കളെ കണ്ടപ്പോൾ അവൻ തരുമ്പും കുലുങ്ങിയില്ല. ഒറ്റയ്ക്ക് അവരുടെ നേരെ തിരിഞ്ഞു. മറ്റു മൃഗങ്ങളുടെ മുമ്പിൽ ഉറച്ചു നിൽക്കുന്ന സിംഹത്തെ പോലെ അവൻ വില്ലും പിടിച്ച് നിൽപ്പായി. സംഘത്തെ നയിച്ചിരുന്ന കർണൻ സാമ്പനെ വെല്ലുവിളിച്ചു. നിൽക്കൂ, എന്തിനാണ് നീ ഭയന്നോടുന്നത്? നിന്നെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. നിന്ന് യുദ്ധം ചെയ്യാൻ ഒരു ക്ഷത്രിയനെ മറ്റൊരു ക്ഷത്രിയൻ വെല്ലുവിളിച്ചാൽ അവൻ നിന്ന് യുദ്ധം ചെയ്യുക തന്നെ വേണം. ക്ഷത്രിയൻ ഓടിപ്പോകാൻ പാടില്ല. അതിനാൽ സാമ്പൻ വെല്ലുവിളി സ്വീകരിച്ച് ഒറ്റയ്ക്ക് അവരുടെ മുമ്പിൽ നിന്നപ്പോൾ മഹാവീരന്മാരുടെ ശരമാരി അവനെ ഏതാണ്ട് കീഴടക്കിയ മട്ടായി. കുറുക്കന്മാരും ചെന്നായ്ക്കളും ഓടിച്ചിട്ട് നായാടിയാലും സിംഹം ഒട്ടും കൂസാറില്ല. അതുപോലെ യദുവംശത്തിലെ ഗംഭീര സന്തതിയായ സാമ്പൻ, ഭഗവാൻ കൃഷ്ണന്റെ പുത്രൻ എന്ന നിലയിൽ കെൽപ്പുള്ള സാമ്പൻ, തീരെ ഔചിത്യമില്ലാതെ തൻ്റെ നേരെ അസ്ത്രപ്രയോഗം നടത്തുന്ന കുരുവംശ യോദ്ധാക്കളുടെ നേരെ അത്യന്തം കുപിതനായി. തികഞ്ഞ പാടവത്തോടെ അവൻ കുരുക്കളോട് പോരാടി. ആദ്യം തന്നെ 6 വ്യത്യസ്ത അസ്ത്രങ്ങൾ തൊടുത്ത് 6 മഹാരഥികളെയും നേരിട്ടു. വേറെ 4 അസ്ത്രങ്ങൾ കൊണ്ട് 4 തേർകുതിരകളെ വധിച്ചു. ഒരസ്ത്രം സാരഥിയെ വധിക്കാൻ ഉപയോഗിച്ചു. അതോടൊപ്പം കർണനും മറ്റു മഹാരഥികൾക്കും നേരെ ഓരോ അസ്ത്രങ്ങൾ. അങ്ങനെ 6 മഹാരഥന്മാർക്കെതിരെ സാമ്പൻ അതിസമർത്ഥമായി ഒറ്റയ്ക്ക് പോരാടുന്നത് കണ്ട് അവരൊക്കെ അയാളുടെ ഭാവന അതീതമായ ശേഷിയെ അങ്ങേയറ്റം മനസ്സുകൊണ്ട് പുകഴ്ത്തി. സാമ്പൻ ഒരത്ഭുത മനുഷ്യനാണെന്ന് യുദ്ധമധ്യത്തിൽ വെച്ചുപോലും അവർ തുറന്ന് സമ്മതിക്കുന്നു. എന്നാൽ യുദ്ധം നടന്നത് ക്ഷത്രിയ വീര്യത്തോടെയാണ്. അതിനാൽ തീരെ അനുചിതമായി പോയെങ്കിലും അവർ 6 പേരും ഒത്തുചേർന്ന് സാമ്പനെ ഇതിനകം തന്നെ തകർന്നു കഴിഞ്ഞ തേരിൽ നിന്നിറങ്ങാൻ നിർബന്ധിതനാക്കി. 6 മഹാരഥന്മാരിൽ 4 പേർ സാമ്പൻ്റെ 4 കുതിരകളെ കൊല്ലുന്ന ചുമതല ഏറ്റെടുത്തു. ഒരാൾ സാമ്പൻ്റെ വില്ലിൻ്റെ ഞാൺ മുറിച്ചു. അങ്ങനെ അസ്ത്രം പ്രയോഗിക്കാനും വയ്യാതെയായി. ഇപ്രകാരം അതിശക്തമായ ഒരു യുദ്ധത്തിനു ശേഷം വളരെ പ്രയാസപ്പെട്ട് സാമ്പൻ്റെ രഥവും അവർ നഷ്ടപ്പെടുത്തി. അയാളെ ബന്ധനസ്ഥനാക്കാൻ അവർക്ക് കഴിഞ്ഞു. കുരുവംശയോദ്ധാക്കൾ വിജയം നേടി. അവർ പുത്രിയായ ലക്ഷ്മണയെ അവനിൽ നിന്നും അകറ്റി. തുടർന്ന് വിജയഘോഷങ്ങളോടെ അവർ ഹസ്തിനപുരത്തിൽ പ്രവേശിച്ചു. സാമ്പൻ ബന്ധനസ്ഥനായ വാർത്ത ഒട്ടും വൈകാതെ തന്നെ നാരദ മഹർഷി യദുവംശത്തിൽ എത്തിച്ചു.
യാദവർ ഒന്നടങ്കം കുപിതരായി. അതും 6 മഹാരഥന്മാർ ഒന്നിച്ചു ചേർന്ന് അന്യായമായിട്ടാണ് സാമ്പനെ ബന്ധനസ്ഥനാക്കിയത് എന്നുകൂടി അറിഞ്ഞപ്പോൾ യദുവംശത്തിലെ മുഖ്യനായ ഉഗ്രസേന മഹാരാജാവിൻ്റെ അനുവാദത്തോടു കൂടി ഹസ്തിനാപുരത്തെ ആക്രമിക്കാൻ അവർ ഒരുക്കം കൂട്ടി. ദ്വാപരയുഗത്തിൻ്റെ അവസാന ഭാഗമാണ് എങ്കിലും കലിയുഗത്തിൻ്റെ സ്വാധീനം കാണാൻ കഴിയുന്നുണ്ട്. കലിയുഗത്തിൽ നിസാരമായ പ്രകോപനമുണ്ടായാൽ പോലും ആളുകൾ തമ്മിൽ അംഗം വെട്ടുമെന്ന് അറിയാമായിരുന്നിട്ടും 2 മഹാവംശങ്ങളായ കുരുക്കളും യദുക്കളും തമ്മിൽ കലിയുഗത്തിൻ്റെ സ്വാധീനത മൂലമാണെങ്കിൽ പോലും യുദ്ധത്തിന് പുറപ്പെടുന്നത് നല്ല കാര്യമല്ലെന്ന് ഭഗവാൻ ബലരാമന് മനസ്സിലാകുന്നു. അദ്ദേഹം ബുദ്ധിപൂർവം ആലോചിച്ചു. അംഗം കുറിക്കുന്നതിന് മുമ്പ് നാം അവിടെ പോയി സ്ഥിതിഗതികൾ ഒന്ന് വിലയിരുത്തട്ടെ. പരസ്പരം ധാരണയിലെത്തി യുദ്ധം ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കട്ടെ. ലക്ഷ്മണയോടൊപ്പം സാമ്പനെയും മോചിപ്പിക്കാൻ കുരുക്കളിൽ പ്രേരണ ചെലുത്താൻ കഴിയുമെങ്കിൽ യുദ്ധം ഒഴിവാക്കാൻ പറ്റുമല്ലോ എന്നായിരുന്നു ഭഗവാൻ ബലരാമൻ്റെ ചിന്ത. അതിനാൽ ജ്ഞാനികളായ ഏതാനും പുരോഹിതന്മാർ, യദുവംശത്തിലെ ഏതാനും മുഖ്യ പുരോഹിതന്മാർ എന്നിവരോടൊത്ത് ഹസ്തിനാപുരത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായി. കുരുവംശത്തിലുള്ളവർ ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്നും അങ്ങനെ യുദ്ധം ഒഴിവാക്കാനാവുമെന്നും അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ഇപ്രകാരം തേരിലേറി ജ്ഞാനികളായ ബ്രാഹ്മണരും യദുവംശത്തിലെ തലമുതിർന്ന അംഗങ്ങളും ചേർന്ന് ഹസ്തിനാപുരത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന താരാഗണങ്ങളുടെ മധ്യത്തിൽ വിലസുന്ന ചന്ദ്രനെപ്പോലെ കാണപ്പെട്ടു. ഹസ്തിനാപുരത്തിൻ്റെ പ്രാന്തങ്ങളിലെത്തിയപ്പോൾ നഗരത്തിൽ പ്രവേശിക്കാതെ വെളിയിൽ ചെറിയ ഒരു ഉദ്യാന ഭവനത്തിൽ അദ്ദേഹം താവളമടിച്ചു. തുടർന്ന് കുരുവംശ നേതാക്കളെ കണ്ട് യദുക്കളുമായി ഒരു യുദ്ധമാണോ അതോ മാന്യമായ ഒരു ഒത്തുതീർപ്പാണോ അവർ ആഗ്രഹിക്കുന്നതെന്ന് അന്വേഷിച്ചു വരാൻ അദ്ദേഹം ഉദ്ധവരോട് പറഞ്ഞു. അതനുസരിച്ച് ഭീഷ്മദേവൻ, ധൃതരാഷ്ട്രർ, ദ്രോണാചാര്യർ, ബലി, ദുര്യോധനൻ, ബാഹ്ലീകൻ എന്നിവരുൾപ്പെടെയുള്ള കുരുവംശ നേതാക്കളെ മുഴുവനും ഉദ്ധവർ കണ്ടു. അവരെ വണങ്ങിയ ശേഷം ഭഗവാൻ ബലരാമൻ നഗരത്തിന് വെളിയിലുള്ള ഉദ്യാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന വിവരം അവരെ അറിയിക്കുകയും ചെയ്തു. കുരുവംശ നേതാക്കന്മാർ, വിശേഷിച്ച് ധൃതരാഷ്ട്രരും ദുര്യോധനനും അത്യന്തം സന്തുഷ്ടരായി കാണപ്പെട്ടു. കാരണം ഭഗവാൻ ബലരാമൻ എന്നും തങ്ങളുടെ അഭ്യുദയകാംക്ഷിയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. വാർത്ത കേട്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷം സീമ അതീതമായിരുന്നു. ഒട്ടും വൈകാതെ അവർ ഉദ്ധവരെ സ്വാഗതം ചെയ്തു. ബലരാമനെ വഴിയാമണ്ണം സ്വീകരിക്കാനായി മംഗളദായകമായ വസ്തുക്കൾ കയ്യിലെടുത്ത് അവർ നഗര കവാടത്തിന് വെളിയിലെത്തി. ഓരോരുത്തരും താന്താങ്ങളുടെ അവസ്ഥയ്ക്കും പദവിക്കും അനുസരണമായി ഭഗവാന് പൂജ നൽകി സ്വാഗതം ചെയ്തു. പരമപുരുഷൻ എന്ന നിലയിൽ ഭഗവാന്റെ സർവോന്നതമായ നിലയെക്കുറിച്ച് അവർക്കൊക്കെ അറിവുണ്ടായിരുന്നതിനാൽ അവർ തികഞ്ഞ ആദരവോടെ ഭഗവാന്റെ മുമ്പിൽ ശിരസ്സു കുമ്പിട്ട് വണങ്ങി പരസ്പരം കുശല അന്വേഷണം നടത്തി. ഇത്തരം ആചാരങ്ങൾക്ക് ശേഷം ക്ഷമാപൂർവം, അതേസമയം കനത്ത ശബ്ദത്തിൽ ബലരാമൻ അവരുടെ പരിഗണയ്ക്കായി ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തവണ ഗംഭീരനും ശക്തനുമായ ഉഗ്രസേന മഹാരാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരു ദൂതനായിട്ടാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. അതിനാൽ ശ്രദ്ധയോടും കരുതലോടും കൂടി അദ്ദേഹത്തിൻ്റെ കൽപ്പന ചെവിക്കൊള്ളുക. ഒരു നിമിഷം പോലും പാഴാക്കാതെ അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുക. കുരുവംശത്തിലെ മഹാരഥന്മാരായ നിങ്ങൾ അനുചിതമായ രീതിയിൽ മറ്റൊരു
സഹായി പോലുമില്ലാത്ത സാധുവായ സാമ്പനെ വളരെ സാഹസപ്പെട്ട് കുടിലത പ്രയോഗിച്ച് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ബന്ധനസ്ഥനാക്കിയിരിക്കുന്നതായി മഹാരാജാവ് ഉഗ്രസേനൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഞങ്ങളെല്ലാം ഈ വാർത്ത കേട്ടിരുന്നു. എന്നാൽ നാം തമ്മിൽ ഉറ്റ ബന്ധത്തിൽപ്പെട്ടവരാകയാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ദേഷ്യമില്ല. നാം തമ്മിലുള്ള നല്ല ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അനാവശ്യമായി ഒരു യുദ്ധത്തിന് വഴിവെക്കാതെ നമ്മുടെ സൗഹൃദം തുടർന്നു പോകണം. അതിനാൽ ദയവായി സാമ്പനെ മോചിപ്പിച്ച് അവൻ്റെ ഭാര്യയായ ലക്ഷ്മണയോടൊത്ത് അവനെ നമ്മുടെ മുമ്പിൽ ഉടൻ തന്നെ ഹാജരാക്കുക. ഇപ്രകാരം വീരോചിതമായ ധാർഢ്യത്തോടെ സ്ഫുരിക്കുന്ന ആജ്ഞാസ്വരത്തിൽ ഭഗവാൻ ബലരാമൻ സംസാരിച്ചത് കുരുവംശ നേതാക്കൾക്ക് സമ്മതമായില്ല. അവർ ഒന്നടങ്കം ക്ഷുഭിതരായി ഇങ്ങനെ പറഞ്ഞു: ഓഹോ, ഈ വാക്കുകൾ അത്ഭുതകരവും കലിയുഗത്തിനു തികച്ചും യോജിച്ചത് തന്നെ. അല്ലെങ്കിൽ പിന്നെ ഇത്ര നിന്ദാപൂർവം സംസാരിക്കാൻ ബലരാമന് എങ്ങനെ കഴിയും? ബലരാമൻ്റെ ഭാഷയും സ്വരവും അങ്ങേയറ്റം അവഹേളനാപരമാണ്. കലിയുഗത്തിൻ്റെ സ്വാധീന ശക്തിയുടെ ഫലമായി കാലിൽ കിടക്കേണ്ട ചെരുപ്പ് കിരീടത്തിനു മുകളിൽ കയറാൻ ശ്രമിക്കുന്നു. യദുവംശവുമായി നമുക്ക് വിവാഹബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മോടൊപ്പം താമസിക്കാനും ഉണ്ണാനും ഉറങ്ങാനുമൊക്കെ നാം അനുവാദം നൽകിയത്. ഇപ്പോൾ അവർ അതിൻ്റെ പേരിൽ മുതലെടുത്തിരിക്കുന്നു. നാം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഭരിക്കാനായി വിട്ടുകൊടുക്കുന്നതുവരെ അവർക്ക് യാതൊരു നിലയുമുണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോൾ അവർ നമ്മോട് കൽപ്പിക്കാൻ വരുന്നു. ആലവട്ടം, ചാമരം, ശംഖ്, വെൺകൊറ്റക്കുട, കിരീടം, സിംഹാസനം തുടങ്ങിയ രാജകീയമായ സർവ്വചിഹ്നങ്ങളും ഉപയോഗിക്കാൻ യദുക്കൾക്ക് അവകാശം നൽകിയത് നാമാണ്. എന്നിട്ട് അതൊന്നും മാനിക്കാതെ ഇപ്പോൾ നമ്മോട് ആജ്ഞാപിക്കുന്നു. നമ്മോട് കൽപ്പിക്കാനുള്ള ധാർഷ്ട്യം അവർക്കുണ്ടായിരിക്കുന്നു. അവരുടെ ധിക്കാരം അതിരു കടന്നിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇനിമേൽ ഇവരെ അനുവദിച്ചുകൂടാ. മേലിൽ ഇവർ രാജചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. അതെല്ലാം എടുത്തു കളയണം. പാമ്പിന് പാൽ കൊടുക്കുന്നത് യുക്തമല്ല. കാരണം ഇത്തരം ദയാപരമായ പ്രവർത്തികൾ അതിൻ്റെ വിഷം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. തങ്ങളെ ഭംഗിയായി ഊട്ടി വളർത്തിയവർക്കെതിരെയാണ് യദുക്കൾ ഇപ്പോൾ കൊമ്പ് കോർത്തിരിക്കുന്നത്. നമ്മുടെ ദാനങ്ങളും കരുണാപൂർവമായ പെരുമാറ്റവും മാത്രമാണ് അവരുടെ ഇന്നത്തെ അഭിവൃദ്ധിക്ക് കാരണം. എന്നിട്ടും നാണമില്ലാതെ അവർ നമ്മോട് ആജ്ഞാപിക്കാൻ നോക്കുന്നു. എത്ര ശോചനീയമായ ഇത്തരം പ്രവർത്തികൾ കണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയ കുരുവംശ ശ്രേഷ്ഠന്മാരുടെ അനുവാദം കൂടാതെ ആർക്കും ഒന്നും അനുഭവിക്കാൻ ആവില്ല. ഈ വിധം ബലരാമൻ്റെ മുമ്പിൽ വെച്ച് യദുവംശത്തിനുമേൽ അധിക്ഷേപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ഇങ്ങനെ അപമര്യാദയായി സംസാരിച്ചിട്ട് അവർ ഹസ്തിനാപുരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അവരുടെ അധിക്ഷേപവാക്കുകൾ ക്ഷമയോടെ കേട്ടും അവരുടെ സംസ്കാരശൂന്യമായ പെരുമാറ്റം കണ്ടും വെറുതെ നിലകൊണ്ടതേയുള്ളൂ എങ്കിലും ഭഗവാൻ ബലരാമൻ കോപം കൊണ്ട് ജ്വലിക്കുകയും കടുത്ത പകയോടെ തിരിച്ചടിക്കാൻ ആലോചിക്കുകയും ചെയ്തിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവം വ്യക്തമാക്കി. ഭഗവാൻ ബലരാമൻ്റെ നേരെ നോക്കാൻ പോലും വയ്യാത്ത മട്ടിൽ ആ ശരീരം വിറകൊണ്ടിരുന്നു. ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു: കുടുംബം, ഐശ്വര്യം, സൗന്ദര്യം, ഭൗതിക പുരോഗതി എന്നിവയിൽ ഊറ്റം കൊള്ളുന്നവർ സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നില്ല എന്നും അന്യരോട് സദാ സമരത്തിന് താൽപ്പര്യമുള്ളവരായിരിക്കുമെന്നുമുള്ളത് വാസ്തവമാണ്. മാന്യമായ പെരുമാറ്റത്തെയും ശാന്തമായ ജീവിതത്തെയും കുറിച്ച് ഇത്തരം ആൾക്കാരെ ഉപദേശിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. മറിച്ച്
അവരെ ശിക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് നോക്കുകയേ വേണ്ടൂ. സാധാരണയായി ഭൗതിക ഐശ്വര്യം മൂലം ഒരുവൻ മൃഗതുല്യനായിത്തീരുന്നു. മൃഗത്തിനോട് സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. ദണ്ഡോപായം മാത്രമാണ് പോംവഴി. എന്ന് വെച്ചാൽ മൃഗങ്ങളെ നിലയ്ക്ക് നിർത്താൻ വടി മാത്രമാണ് സഹായി. കുരുവംശത്തിലെ ആളുകൾ എത്ര ധിക്കാരികളാണ് എന്ന് നോക്കുക. ഭഗവാൻ കൃഷ്ണൻ ഉൾപ്പെടെ യദുവംശത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കോപത്തെ വകവയ്ക്കാതെ സമാധാനപരമായ ഒരു ഒത്തുതീർപ്പിനാണ് നാം ആഗ്രഹിച്ചത്. കുരുക്കളുടെ രാജ്യത്തെ ആക്രമിക്കാനായിരുന്നു യദുക്കളുടെ ഒരുക്കം. നാം അവരെ ശാന്തരാക്കി യുദ്ധം കൂടാതെ കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി ഇക്കണ്ട കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് നാം ഇവിടെ എത്തിച്ചേർന്നു. എന്നിട്ടും ഈ തെമ്മാടികളുടെ പെരുമാറ്റം കണ്ടില്ലേ? സമാധാനപരമായി പ്രശ്നം പറഞ്ഞവസാനിപ്പിക്കാൻ അവർക്ക് ആഗ്രഹമില്ല എന്ന് ചുരുക്കം. അവർ യുദ്ധക്കൊതിയന്മാരാണ്. യദുവംശത്തെ ചീത്ത പറഞ്ഞ് തികഞ്ഞ അഹങ്കാരത്തോടെ വീണ്ടും വീണ്ടും അവർ നമ്മെ അധിക്ഷേപിച്ചിരിക്കുന്നു. സർവലോകാധിപനായ ഇന്ദ്രൻ പോലും യദുവംശത്തിൻ്റെ ആജ്ഞ ശിരസാ വഹിക്കുന്നു. യദുവംശത്തിലെ ജനങ്ങളെയെല്ലാം വെറും കീടങ്ങളാണ് എന്ന് കണക്കാക്കുന്ന ഈ വിഡ്ഢികളുടെ നില എത്ര പരിതാപകരമാണ്. കുരുവംശത്തിൽ പെട്ടവരെല്ലാം ഭൗതിക സമ്പത്തിലും ഐശ്വര്യത്തിലും മതം പൂണ്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ സ്പഷ്ടമായിരിക്കുന്നു. അവരുടെ പ്രസ്താവങ്ങൾ ഓരോന്നും ഭ്രാന്തമായ നിർദ്ദേശങ്ങൾ നിറഞ്ഞതാണ്. ഈ നിമിഷം തന്നെ നാം അവരെ ശിക്ഷിച്ച് നേർവഴിക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയായിരിക്കും. അത് അനുചിതവുമാണ്. അതിനാൽ ഈ ദിവസം തന്നെ ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ കുരുവംശത്തെ ഈ ലോകത്തു നിന്നും ഞാൻ തുടച്ചു മാറ്റുന്നുണ്ട്. അവരെ ഒന്നടങ്കം ഞാൻ നശിപ്പിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഭസ്മീകരിക്കാനുള്ള രോഷം ആ മുഖത്ത് സ്പഷ്ടമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിവർന്നു നിന്നു. കലപ്പ കൊണ്ട് ഭൂമിയിൽ പ്രഹരിക്കാൻ തുടങ്ങി. ഇപ്രകാരം ഹസ്തിനപുരം മുഴുവൻ ഭൂമിയിൽ നിന്നും വേർപെടുത്തി. തുടർന്ന് നഗരത്തെ ഗംഗാപ്രവാഹത്തിൻ്റെ സമീപത്തേക്ക് വലിച്ചു നീക്കി തുടങ്ങി. അതിൻ്റെ ഫലമായി ഹസ്തിനാപുരമാകെ ഭൂകമ്പത്തിൽ എന്നതുപോലെ കിടുങ്ങിത്തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ഹസ്തിനാപുരം നിലം പരിശാകുമെന്ന് തോന്നി. തങ്ങളുടെ നഗരം ഗംഗയിൽ പതിക്കാൻ പോകുന്നത് കാണുകയും അത്യന്തം ഭയാകുലരായ പൗരജനങ്ങൾ മുറവിളി കൂട്ടുന്നത് കേൾക്കുകയും ചെയ്തപ്പോൾ കുരുവംശത്തിലുള്ളവർക്ക് ബോധമുദിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അവർ പുത്രി ലക്ഷ്മണയെ അവിടെ കൊണ്ടുവന്നു. അവളെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സാമ്പനെയും അവിടെ എത്തിച്ചു. മുമ്പിൽ സാമ്പൻ, തൊട്ടുപിറകിൽ ലക്ഷ്മണ. കുരുവംശജർ ഒന്നടങ്കം തൊഴുകൈകളോടെ ഭഗവാൻ ബലരാമൻ്റെ മുമ്പിലെത്തി. ആ പരമപുരുഷനോട് മാപ്പപേക്ഷിച്ചു. ബോധം തെളിഞ്ഞ അവർ പറഞ്ഞു, ഭഗവാനെ, സർവസുഖങ്ങളുടെയും സംഭരണിയാണ് അവിടുന്ന്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രക്ഷകനും താങ്ങും അങ്ങാണ്. നിർഭാഗ്യവശാൽ അങ്ങയുടെ ഭാവന അതീതമായ കഴിവുകളെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞില്ല. ഭഗവാനെ, ഞങ്ങളെ തികഞ്ഞ വിഡ്ഢികളെന്ന് കരുതിയാലും ഞങ്ങളുടെ ബുദ്ധിക്ക് പിശകുപറ്റി. അത് ശരിയായ വിധത്തിൽ ആയിരുന്നില്ല. ആ അബദ്ധത്തിന് മാപ്പ് ചോദിക്കാനാണ് ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളോട് പൊറുക്കേണമേ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ ആദിമ പുരുഷനാണ് അങ്ങ്. സർവശക്തനായ ഭഗവാനെ,
മഹർഷിമാരെല്ലാം സദാ അങ്ങയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങ് സാക്ഷാൽ പാവകളിക്കാരനാണ്. ഈ ലോകത്തുള്ള സകലതും അങ്ങയുടെ കളിപ്പാട്ടങ്ങളാണ്. എല്ലാത്തിൻ്റെയും മേൽ അവിടുത്തേക്ക് നിയന്ത്രണമുണ്ട്. ഈ ലോകങ്ങളെ മുഴുവൻ കേവലം ഒരു കുട്ടിക്കളി പോലെ അങ്ങ് ശിരസിലേറ്റുന്നു. പ്രളയകാലത്ത് ഈ പ്രപഞ്ച പ്രത്യക്ഷത്തെ മുഴുവനും അങ്ങ് ഉള്ളിലൊതുക്കുന്നു. അപ്പോൾ ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. അവിടുന്ന് മാത്രം മഹാവിഷ്ണുവിൻ്റെ കരുണയാൽ ശയിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ട ഭഗവാനെ, ഈ പ്രപഞ്ചസ്ഥിതിയുടെ രക്ഷയ്ക്കായിട്ടാണ് അതീന്ദ്രിയ ശരീരത്തോടെ അവിടുന്ന് ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത്. അങ്ങ് ഞങ്ങളുടെ ഈ ദുർബുദ്ധിയെ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പൂർണ്ണമായും കീഴടങ്ങി അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളിൽ കരുണ കാണിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഇങ്ങനെ ഭീഷ്മപിതാമഹൻ മുതൽ ദുര്യോധനൻ വരെയുള്ള കുരുവംശ പ്രമാണികൾ മുഴുവനും സാദരം പ്രാർത്ഥിച്ചപ്പോൾ പരമപുരുഷനായ ഭഗവാൻ ബലരാമൻ പെട്ടെന്ന് ശാന്തനും ലോലഹൃദയനുമായി തീർന്നു. അവർക്ക് അഭയം നൽകി. ഭയപ്പെടുകയോ വിഷമിക്കുകയോ വേണ്ടെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. വിവാഹത്തിൻ്റെ ചടങ്ങുകൾക്ക് മുമ്പ് വധുവിൻ്റെയും വരൻ്റെയും സംഘങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘട്ടനം ഉണ്ടാവുക എന്നത് മിക്ക ക്ഷത്രിയ രാജാക്കന്മാരുടെയും ഇടയിൽ സ്ഥിരമായുള്ള ഒരു പരിപാടിയായിരുന്നു. സാമ്പൻ ലക്ഷ്മണയെ ബലമായി തട്ടിക്കൊണ്ടു പോയപ്പോൾ അവൾക്ക് ഏറ്റവും യോജിച്ച ഭർത്താവാണ് അയാൾ എന്ന് കുരുവംശത്തിലെ മുതിർന്ന ആളുകൾ കണക്കാക്കി. എന്നിരുന്നാലും അവൻ്റെ വ്യക്തിഗതമായ ശക്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർ സാമ്പനുമായി ഏറ്റുമുട്ടിയത്. യുദ്ധത്തിൽ ഒരു വക തത്വത്തെയും മാനിക്കാതെ അവർ അവനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. കുരുക്കളുടെ തടങ്കലിൽ നിന്നും സാമ്പനെ മോചിപ്പിക്കാൻ യദുക്കൾ തീരുമാനിച്ചപ്പോൾ കാര്യം ഒതുക്കി തീർക്കാൻ ഭഗവാൻ ബലരാമൻ വ്യക്തിപരമായി ഇടപെട്ടു. ഒരു ശാന്തനായ ക്ഷത്രിയൻ എന്ന നിലയിൽ അദ്ദേഹം ഉടനെ സാമ്പനെ മോചിപ്പിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അതിൽ അത്യന്തം ബാഹ്യമായി അധിക്ഷേപിതരായ കൗരവർ ഭഗവാൻ ബലരാമൻ്റെ അധികാരത്തെയും ശക്തിയെയും വെല്ലുവിളിച്ചു. അവർ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ ശക്തി പ്രകടനം കാണാൻ മാത്രമായിരുന്നു. അതിനാൽ തികഞ്ഞ സന്തോഷത്തോടെ അവർ പുത്രിയെ സാമ്പനു തന്നെ നൽകി. അങ്ങനെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു. പുത്രിയായ ലക്ഷ്മണയോടുള്ള അമിതമായ വാത്സല്യം മൂലം ദുര്യോധനൻ സാമ്പനുമായുള്ള വിവാഹം ഗംഭീരമായ രീതിയിൽ തന്നെ ആഘോഷിച്ചു. 60 വയസ്സ് വീതം പ്രായമുള്ള 1200 ആനയെയാണ് സ്ത്രീധനമായി ആദ്യം തന്നെ നൽകിയത്. തുടർന്ന് എണ്ണം പറഞ്ഞ 10,000 കുതിരകൾ, സൂര്യനെ പോലെ തിളങ്ങുന്ന 6000 രഥങ്ങൾ, സ്വർണ്ണാഭരണ വിഭൂഷിതരായ 1000 തോഴിമാർ എന്നിവയും മകൾക്കു വേണ്ടി ദുര്യോധനൻ നൽകി. യദുവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമെന്ന നിലയിൽ ഭഗവാൻ ബലരാമനെയാണ് വരനായ സാമ്പൻ്റെ രക്ഷകർത്താവായി ഭഗവാൻ ബലരാമനെയാണ് നിശ്ചയിച്ചത്. ബലരാമൻ ആ സ്ഥാനം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും സകല മേൽനോട്ടങ്ങളും വഹിച്ച് വിവാഹം ഭംഗിയാക്കി നടത്തുകയും ചെയ്തു. കുരുക്കൾ നൽകിയ ഗംഭീരമായ സ്വീകരണത്തോടെ സന്തുഷ്ടനായ ബലരാമൻ നവവധൂവരന്മാരുമൊത്ത് സ്വന്തം തലസ്ഥാന നഗരിയായ ദ്വാരകാപുരിയിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഭഗവാൻ ബലരാമൻ വിജയശ്രീലാളിതനായി ദ്വാരകയിലെത്തി. അവിടെ അദ്ദേഹം തൻ്റെ ഭക്തരും സുഹൃത്തുക്കളുമായ അനേകം പൗരന്മാരാൽ സ്വീകരിക്കപ്പെട്ടു. അവരെല്ലാവരും സമ്മേളിച്ചപ്പോൾ ബലരാമൻ വിവാഹത്തിൻ്റെ കഥ അവരോട് വിശദീകരിച്ചു.
ബലരാമൻ ഹസ്തിനപുരിയെ വിറപ്പിച്ച കഥ കേട്ട് അവർ അത്ഭുതപ്പെട്ടു. ആ സ്ഥലം ഇപ്പോൾ ന്യൂഡൽഹി എന്നറിയപ്പെടുന്നു. ഹസ്തിനാപുരിയെന്നും അതിലെ ഒഴുകുന്ന നദി യമുനയാണെന്നും ശുകദേവ ഗോസ്വാമിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അന്ന് അതിനെ ഗംഗയെന്നാണ് വിളിച്ചിരുന്നതെങ്കിലും ഗംഗയും യമുനയും വിഭിന്ന ദിശകളിലേക്ക് പ്രവഹിക്കുന്ന ഒരേ നദി തന്നെയാണെന്ന് ജീവഗോസ്വാമിയെ പോലുള്ള പ്രമാണിമാരുടെ വാക്കുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഹസ്തിനാപുരത്തിലൂടെ വൃന്ദാവനത്തിലേക്ക് ഒഴുകുന്ന ശാഖ യമുന എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം അത് ഭഗവാൻ കൃഷ്ണൻ്റെ അതീന്ദ്രിയമായ ലീലാവിലാസങ്ങളാൽ പരിശുദ്ധമാക്കപ്പെട്ടവയാണ്. യമുനയിലേക്ക് ചാഞ്ഞുകിടക്കുന്ന ഹസ്തിനാപുരത്തിൻ്റെ മേഖല മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുന്നു. ഹസ്തിനാപുരത്തെ ഗംഗയിൽ ആഴ്ത്തിക്കളയുമെന്ന ഭഗവാൻ ബലരാമൻ്റെ ഭീഷണിയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ജാംബവതിയുടെയും പുത്രനായ സാംബൻ്റെ വിവാഹ വിശേഷങ്ങൾ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ കഥ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഹരേ കൃഷ്ണ.